നമ്മൾ മൊബൈലിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നവരാണ്. നമ്മുടെ സ്വന്തം ആവശ്യത്തിനും നമ്മൾ സ്ക്രീൻഷോട്ടുകൾ എടുക്കാറുണ്ട്. സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും നമ്മൾ സ്ക്രീൻഷോട്ടുകൾ എടുക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സ്ക്രീൻഷോട്ടുകൾ അയക്കുമ്പോൾ ഈ രൂപത്തിൽ അയച്ചു കൊടുത്താലോ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ, അല്ലെങ്കിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും? നമ്മൾ എടുക്കുന്ന എല്ലാ സ്ക്രീൻഷോട്ടുകളും നമുക്ക് ഇതുപോലെ മനോഹരമായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിലും ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്കാണ് എത്തിച്ചേരാൻ സാധിക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ അലോ ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്താൽ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ തന്നെയാണ്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ആ ഒരു ക്യൂബിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെയാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇതിലേക്ക് നമുക്കൊരു സ്ക്രീൻഷോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഗാലറിയുടെ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ഗാലറിയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഒരു സംഭവം ഇവിടെ സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുകയാണ്. അപ്പോൾ ആ മൊബൈലിൻ്റെ അകത്ത് ആ ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കളറിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി കളർ വേണ്ട, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി സ്ക്രീനിൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ മൊബൈലിൻ്റെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ പഞ്ച് ഹോൾ, നിങ്ങളുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ പഞ്ച് ഹോൾ ഏത് രൂപത്തിൽ വേണം അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന മൊബൈൽ, ഏത് രൂപത്തിലുള്ള മൊബൈലാണ് നിങ്ങൾക്ക് ആ മോഡൽ വേണ്ടത്? ഐഫോൺ വേണോ, അല്ലെങ്കിൽ ഫോൾഡബിൾ വേണോ? ഫോൾഡബിൾ ഇതുപോലെ കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ ഫോൾഡിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനും ഇതുപോലെ സാധിക്കും. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ടാബ്ലറ്റ് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഞാനിതിൽ ഫോൾഡബിൾ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സൈസ് ഞാനിപ്പോൾ ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ഒരു മൊബൈലിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അവിടെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡിലേക്കാണ് ഫോൾഡബിൾ ഇങ്ങനെ കാണിക്കേണ്ടത്, ഈ രൂപത്തിൽ വേണോ, ഇങ്ങനെ വേണോ, അല്ലെങ്കിൽ ഈ സൈസിൽ വേണോ, അതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ രൂപത്തിൽ സെലക്ട് ചെയ്യാണ്. ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഫോൾഡിൻ്റെ വലിപ്പം ഇങ്ങനെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ മൊബൈലിൻ്റെ ചിത്രത്തിൽ വീണ്ടും ടച്ച് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ടച്ച് ചെയ്തിട്ട് ഏത് ഭാഗത്താണ് ചെരിഞ്ഞ് നിൽക്കേണ്ടത്, ഏത് രൂപത്തിൽ വേണം എന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ ഈ ഒരു മൊബൈലിൻ്റെ ഐക്കണിൽ ഒന്നുകൂടി ഞാൻ പ്രസ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ കളറിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ബോർഡറിൻ്റെ കളർ നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബോർഡറിൻ്റെ കളർ ഇതുപോലെ മാറുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇഷ്ടംപോലെ കളറുകൾ ഇവിടെയുണ്ട്. ബോർഡറിൻ്റെ കളർ നമുക്ക് ആവശ്യത്തിന് മാറ്റാം. കാരണം ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ആ ബോർഡറിൻ്റെ കളറും കൂടി മാറ്റിയാൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യാം? ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഉടനെ തന്നെ അത് സേവ് ആയിട്ട് നമ്മുടെ ഗാലറിയിൽ വരും. സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഗാലറി തുറന്നു നോക്കാം. ഗാലറി തുറന്നാൽ കണ്ടോ, ഇവിടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല മനോഹരമായിട്ട് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ഇതുപോലെ പിക്ചറുകൾ ലഭിക്കും. നിങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.